അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് സ്ഥലം വരെ പോകും കേട്ടോ. എവിടേക്കാണെന്നറിയാം, അൽഫാനാൻ്റെ വീട്ടിലേക്ക് പോകുന്നു. എന്താ വെച്ചാൽ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗിഫ്റ്റൊന്നും ഇല്ല, പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഫാൻ ഓഫ് ആക്കി ഷർട്ടൊക്കെ മാറിപ്പോയി. അപ്പോൾ നമ്മളിന്ന് അൽഫാനിൻ്റെ വീട്ടിൽ പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയൊരു കുട്ടി വ്ളോഗ് എടുക്കാൻ വിചാരിച്ചിട്ടാണ്. ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല, മേക്കപ്പ് ഇടണം. അപ്പോൾ റൂമൊക്കെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. നമുക്ക് റൂമൊക്കെ വൃത്തിയായിട്ട് വേണം പോവാൻ. അപ്പോൾ ഞാൻ വേഗപ്പെട്ട് ഒരുങ്ങട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഗായ്സ് ഞാൻ ഒരുങ്ങി കഴിഞ്ഞു. ഫാൻ ഓഫ് ആക്കട്ടെ. അപ്പോൾ ഞാൻ റെഡിയായി കഴിഞ്ഞു. ഇങ്ങനെ ഇട്ട ഷോ പൊളിച്ചിട്ടിരിക്കും. ഇവിടെ എൻ്റെ കയ്യാറ് എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ അഞ്ചാത്തനോട് പോകുമ്പോൾ ഇട്ട ഡ്രസ്സാണ്. കഴിയിട്ടില്ല, ഗുഡ് ഗേളാണ് ഞാൻ. എൻ്റെ കണ്ണൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? ഇത്ര മേക്കപ്പൊക്കെ നമ്മൾ റൈഫാനൻ്റെ അവിടേക്ക് പോകണം. റൈഫാനൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഇന്ന്. അപ്പം ഞാൻ, അമ്മ, താത്ത, മൂന്നാളും അവിടെ പോകണം കേട്ടോ. വെറുതെ പോകുന്നു. പിന്നെ ദുവാക്ക് വയ്യ കേട്ടോ. ദുവാക്കിൻ്റെ മേലൊക്കെ മുറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അവളെ കാണാൻ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും അവളെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അവിടെ നിന്ന് പട്ട് പിടിച്ചിട്ട് നമ്മളിന്ന് അങ്ങോട്ട് പോവുകയാണല്ലോ. അപ്പോൾ നമ്മൾ റൂം ഇവിടെ പെട്ടൊക്കെ ഒതുക്കി. നമ്മൾ പിന്നെ ബിരിയാണിയിലൊന്നും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ലല്ലോ ഗൈസ്. അപ്പോൾ എത്ര വയ്യാത്ത ആളാണെങ്കിലും ബിരിയാണി പറഞ്ഞാൽ നമ്മൾ ഓടും. അല്ലോ. അപ്പോൾ ഹായ്, എൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുത്തിട്ടില്ല.
ഫോട്ടോ എടുത്തിട്ടില്ല, എൻ്റെ ഫോട്ടോ എടുക്കണം. പിന്നെ ഈ ഡ്രസ്സ് എൻ്റെ സിസ്റ്റർ വാങ്ങി തന്നാണ്. എന്തിനാണ് വാങ്ങി തന്നത്? എൻ്റെ കഴിഞ്ഞ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങി തന്ന ഡ്രസ്സാണ് കേട്ടോ. പക്ഷെ ഞാൻ ഇതുവരെയായിട്ട് ഇട്ടിട്ടില്ല, ഇപ്പോഴാണ് ഇടുന്നത്. കഴിഞ്ഞ വെഡ്ഡിങ്, ഇപ്പോൾ അടുത്ത മാസം എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഇങ്ങനെ മോള്. കഴിഞ്ഞ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങി തന്ന ഡ്രസ്സ് ഇപ്പോഴാണ് ഇടുന്നത്. എന്ന് വെച്ചാൽ ഇതിന് കൈയില്ല, കണ്ടോ, ഇത്ര മോണ കൈയാണ്. അപ്പം ഞാൻ ഇന്നർ ഇട്ടിട്ടാണ് ഇടുന്നത്. ഇതിന് ഇങ്ങനെ ഇടും, പക്ഷെ എനിക്ക് പിന്നെ സമ്മതിക്കില്ല കേട്ടോ. അങ്ങനത്തെ ഇത്ര മോണ കൈ നിൽക്കണം സമ്മതിക്കില്ല. അപ്പം എന്തെയും വണ്ടിയിലാണ് ഓർമ്മ വന്നത്. വെറുതെ ഒന്ന് ഇട്ട് നോക്കിയതാണ്. അപ്പം നന്നായിട്ടുണ്ട്. പാവുണ്ട്. ഇതും ഒരു ഷർട്ടും കൂടി അവൾ ഷർട്ട് പോലത്തെ ഡ്രസ്സ് വാങ്ങി തന്നിട്ടാണ് കേട്ടോ. അതും ഇട്ടില്ല, അതും അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. നല്ല രസമുണ്ടല്ലോ, ക്ലിയർ ഉണ്ടല്ലോ. പിന്നെ ഞങ്ങൾ ആരും എൻ്റെ ഇക്കാനെ കണ്ടിട്ടില്ല. ഇക്കാനെ കാണിച്ചു തരാം. ഒരു സുന്ദരൻ, ഒരു സുന്ദരൻ. ഇതാണ് എൻ്റെ ഇക്ക. എൻ്റെ ഫേവറേറ്റ് ഫോട്ടോ. അപ്പം ഇക്കാൻ ഞാൻ അട്ടത്ത് കയറ്റി വെച്ചിരുന്നില്ല. നമ്മൾ ഫോട്ടോസൊന്നും വയ്ക്കാൻ പാടില്ലല്ലോ എന്ന് പറയാറുണ്ട്. പിന്നെ ഞാനൊന്നും ഒറ്റയ്ക്ക് കിടക്കാറില്ല. അപ്പം മലക്കളൊന്നും നമ്മൾ ഫോട്ടോ ഉള്ള അവിടെ മലക്കൾ കയറില്ല എന്നാണ് പറയാറ് അല്ലേ? അങ്ങനെയാണ് പറയാറ്. ഇത്തിരി ബ്രൈറ്റ്നസ് ചെയ്തിട്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് പറയാറ്. പക്ഷെ എന്തോ അങ്ങനെ ഉണ്ടല്ലോ, ഒരു ഫോട്ടോ മാത്രമായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് കിടക്കാറില്ല കേട്ടോ, പ്രത്യേകിച്ച്. അപ്പം അതുകൊണ്ട് എന്തായാലും അവിടെ വെച്ചു. ഇനിയിപ്പോൾ ആ ഭാഗത്ത് വയ്ക്കണം. ഇനി ഫോട്ടോസൊക്കെ ഇനി വെക്കണം അറിയുന്നുണ്ട്. പാണി അടിച്ചിട്ടൊക്കെ വയ്ക്കണം. എന്തായാലും ഞാൻ റൂമിലൊക്കെ കിടക്കില്ലേ. അപ്പം ഇനി ഫോട്ടോസ് എന്തായാലും വയ്ക്കണം. ഷോൾ എങ്ങനെയുണ്ട്, കുത്തിയത് ഭംഗിയുണ്ടോ? ഞാൻ ആദ്യം ഷോൾ ഇങ്ങനെ കേട്ടോ, അങ്ങനെ ഇടാറൊന്നുമില്ല, വെറുതെ ഇടാറുള്ളൂ. അപ്പോഴാണ് വ്ളോഗൊക്കെ എടുക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കണം പറഞ്ഞു. പിന്നെ നമ്മുടെ കാര്യം സാധിക്കണമെങ്കിൽ കഴുതക്കാലും പിരിക്കണ്ടേ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഷോളൊക്കെ സെറ്റ് ഗുഡ് ഗേളായിട്ടിരിക്കുകയാണ്. ബാക്കിലൊരു ലുട്ടാപ്പിനെ നോക്കി തിരിക്കുന്നുണ്ട്. ആരാ ഇത്? ഞാനെപ്പോഴും ഷെൽഫിൻ്റെ ഉള്ളിൽ എടുത്ത് വെക്കാറാണ് കേട്ടോ പതിവ്. ഇപ്പോൾ 2 മിനിറ്റ് ഞാൻ പുറത്തേക്ക് വെച്ചതാണ് ഷെൽഫൊക്കെ ഒതുക്കുമ്പോൾ. ഇപ്പോൾ ഒക്കെ പോയതിന് ശേഷം ഞാനതിനെ ഷെൽഫിൻ്റെ ഉള്ളിലായിരുന്നു പിന്നെ പുറത്തേക്ക് എടുത്തു. പുറത്തെടുത്താൽ അയച്ചുട്ടനും ദൂരമൊക്കെ ഉള്ളുമ്പോൾ അതിനെടുത്ത് ഇങ്ങനെ അവ വെച്ച് അവർ വായത്തെ തുപ്പലൊക്കെ അവർ തേന് മൊത്തം അതിൻ്റെ മേലെ ഉണ്ടാവും. എന്നാലും അയച്ചുട്ടൻ വന്നിട്ട് അതിനെ കെട്ടിപ്പിടിച്ചിട്ടൊക്കെ കിടക്കണ്ടായിരുന്നു കേട്ടോ. ഞാൻ വാങ്ങി അവിടെ എടുത്ത് വെച്ചതാണ്. അയ്യോ എവിടെ പോയിട്ടാ കിടക്കുന്നു. നമുക്കിനി പുറത്ത് പോവാം കേട്ടോ. കുറേ നേരെ റൂമിൽ ഇരുന്നിട്ട് ഞാനൊന്ന് വെറുപ്പിക്കണം. പുറത്താണെങ്കിൽ നല്ല ഇരുട്ടായിരിക്കും. പക്ഷെ മഴ, എന്നാൽ നമുക്ക് ജസ്റ്റ് പുറത്ത് പോവാം. ഓക്കെ, നാളെ മഴ കുത്തിയിട്ടിട്ടില്ല. അവിടെ ഉമ്മ ഇരിക്കുന്നത് നല്ല ചെയ്യാറുണ്ട്. നല്ല മഴയുണ്ട്. മഴ എന്ന് പറഞ്ഞാലും പോരാ, നല്ല മഴ. പുറത്ത് വന്നപ്പോൾ എന്തോ പോലെ കാറിൻ്റെ കാറുണ്ട്. ഇന്ന് നല്ല ഒരേ പണിയായിരുന്നു കാറിൽ. എന്തോ ഷീറ്റിലൊക്കെ മൊത്തം പൂപ്പായി പിടിച്ചിട്ട് വന്നോ, എന്നാലും അതിൻ്റെ പണിയായിരുന്നു വൃത്തിയാക്കൽ. എൻ്റെ മുടി കാണുക നല്ല മഴയാണ്. അവിടെ കാണുന്നില്ലല്ലോ. അതവിടെ ഒറ്റക്കാലൊക്കെ ആക്കിണ്ട് കേട്ടാ. ഇത് റൈഫാൻ്റെ ആളാ തോന്നുന്നുണ്ട്. റൈഫാൻ ഉള്ളപ്പോഴാണ് എപ്പോഴും വരാറ്.
ആള് വന്നു തുടങ്ങി വീണ്ടും. താത്ത വരുന്നുണ്ട്. താത്തയല്ല, ഞാൻ പറയണത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. നല്ല മഴയാണ്. ഇത് റൈഫാനാൻ്റെ റൂം കേൾക്കുന്ന മഴയൊക്കെ എനിക്കറിയില്ല. ഗൈസ് ഞാൻ വീണ്ടും റൂമിൻ്റെ വിളിക്കാൻ വിശക്കണുണ്ട്. വരുന്ന ഒരു ഓട്ടോ വരുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. ഓട്ടോ അല്ല, ഹബീബിക്ക് ഹബീബി ഹബീബി ഇഡ്ഡലിയാണ് രാവിലെ. ഇഡ്ഡലി കിഡ്നി. നമുക്ക് ഫസ്റ്റ് താത്താൻ്റെ അവിടേക്ക് വെറുതെ പോവാം. ഓക്കെ, ഫസ്റ്റ് താത്താൻ്റെ നമുക്ക് ഒക്കെ പോരാം. താത്ത വരെ നമുക്ക് ഫസ്റ്റ് താത്താൻ്റെ അവിടേക്കൊക്കെ പോയിട്ട് വരാം. ചെരുപ്പ് മഴ നനഞ്ഞ് പുതിയ ചെരുപ്പിൻ്റെ പെയിൻ്റൊക്കെ പോകും. അയ്യോ എന്താണത് മോത്തേക്ക് പൊടിച്ചടിച്ച് കേട്ടോ. വലിയ ഒരു തടാകൊക്കെ ചാടിയിട്ട് വേണം പോവാൻ. ഒരാളെ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഹായ് തരുന്നില്ല. ഫസ്റ്റ് താത്തൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആരടുത്താ പറയുന്നത്? ഞാൻ ഷെറി കുട്ടി ബ്ലോഗൊക്കെ എടുക്കുന്നു. ഗൈസ് കുളിക്കാൻ പോകണുള്ള നാട്ടെ പണികൾ കഴിഞ്ഞാ നമുക്ക് ഫസ്റ്റിനകത്ത് അതിനൊക്കെ മെല്ലെ കാണിച്ചു തരട്ടെ. കുളിക്കാണ്ട് ലാലാവണ്ട് നടക്കുകയാണ്. ടാർപ്പായിൻ്റെ വെളിച്ചാണ് തടിക്കുന്നുണ്ട് മുഖത്തേക്ക്. ആ താത്ത വന്നിട്ടില്ല, താത്ത ബാങ്കിൽ പോയിട്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റിനെ താത്താൻ്റെ അവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത് റൈഫാനെ അവിടെ പോയിട്ട് കഴിക്കേണ്ടതാണ്. രാവിലെ 7 മണിക്ക് 8 മണിക്ക് കഴിച്ചതാണ് കേട്ടോ. അതായിട്ട് ഒന്നും കഴിച്ചിട്ട് വയറ് കാലിയാക്കി വെച്ചിരിക്കുന്നു. അവിടെ പോയിട്ട് വയറ് നിറച്ചിട്ട് ഇങ്ങനെന്തേന്ന് അല്ലോ ഇത്ര വേണ്ട വേണ്ട. അയ്യോ എനിക്ക് ഇത്രയും വേണ്ട. ഇത് കഴിക്കാൻ നിനക്കൊണ്ട് വയ്യ. ഹലോ അതല്ലേ ഇത് കാണിച്ചാല് ഞാൻ നിനക്ക് ഇത്ര തരുന്നുള്ളൂ. അപ്പൊ ഞാൻ ഫസ്റ്റിനകത്ത് നമുക്ക് ചോറൊക്കെ എടുത്ത് നോക്കുന്ന പൊട്ട് കഴിക്കാം. ഭയങ്കര ചൂടിട്ടാ. റൈഫാനാൻ്റെ അവിടെ പോയിട്ട് കഴിക്കേണ്ടതാണ്. അയ്യോ ഇതെങ്ങനെ കഴിക്കുക? അതല്ല ബീഫ് ബിരിയാണിയാ. നമ്മളെ വാപ്പ വരുമ്പോട്ട് എന്തായി വാപ്പ? ആ നന്നായില്ല ബിരിയാണി. പിന്നെ കുറച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി എടുക്കാട്ടെ വീഡിയോ. അപ്പൊ ബൈ ഗൈസ്, ഞങ്ങൾ പോകുകയാണ്. ടാറ്റാ ടാറ്റാ. ഹായ്
നമ്മൾ താത്ത കടയ്ക്ക് കയറിയിട്ടാ നമ്മൾ എന്തൊക്കെ വാങ്ങണം നോക്കട്ടെ. താത്ത ഇവിടെ എന്തൊക്കെയോ വാങ്ങിക്കുന്നു. ഡയറി മിൽക്കൊക്കെ വാങ്ങിച്ച് കൂട്ടുന്നുണ്ട്. ആർക്കാണാവും ഈ ബണ്ട് എത്രയാണ്? ബണ്ണിന്റെ നമ്മൾ അപ്പോൾ ഒരു നായ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട് അവിടെ. ഇതെന്താണത്? സാർ എൻ്റെ അടുത്ത് പണക്കത്തിലാ തോന്നുന്നു. 2 ദിവസമായിട്ട് വീട്ടിൽ തന്നെ കോണ്ടാക്ട് ചെയ്തു. വരും ഗൈസ്. അപ്പം എൻ്റെ അടുത്ത് കുട്ടിക്ക് നമ്മളെ ഗേറ്റ് നമ്മൾ തുറക്കും. തട്ടം വിട്ടില്ല. പിന്നെ ഞാൻ വ്ളോഗിലിടട്ടെ ഈ വേഷത്തില്. ഈ വേഷത്തില് വ്ളോഗിലിടട്ടെ. ഞാൻ വൈറലാവും. ഇതെന്ത് ഇക്കാൻ്റെ അടിച്ചാൻ വേണ്ടിട്ട് വന്നത്. ഹായ് ഹായ്, ഒരു ഹായ് പറ. ഹായ് പറ, പറടി. ഹായ് പറ, ഹായ് പറ. ഇത് നോക്കിട്ട് ഹായ് പറ. ഹായ്, താറ്റ കൊടുക്ക്. ുള്ളിലൊരു മിന്നലടിച്ചു, കണ്ണില് മെല്ലെ നോക്കിയ നേരം അരികത്തെത്താൻ നെഞ്ചു തുടിച്ചു പെണ്ണിനെ ഞാൻ. വേറൊരു നോക്കൂ, ഒരു ഹായ് പറയും. എന്റെ വ്ളോഗിലൊക്കെ നീ തിളങ്ങു. നീ നോയിക്കോ. എന്താ തലമുട്ടിയാ? വലിയ കാര്യമൊന്നും അപ്പഴേക്കും ചാരല്ലേ ഗൈസ്. ഹായ് ഹായ് പറ. ഹായ്. ദുവാ ദുവാ. അതാ ഡ്രസ് ദുവാക്ക് എന്റെ മാമി വാങ്ങിക്കൊടുത്തത്. ദുവാ നോക്ക്. അതോ എന്റെ ഇക്ക വിളിക്കണം. അതാ ഇക്ക വിളിക്കണോ? ഇക്ക വിളിക്ക്. അവള് കോൾ എടുക്കണട്ടാ. അതോ ഞാൻ ഇക്കാനെ വിളിച്ചിട്ട് എടുക്ക. ഇക്ക വിളിക്ക്. ഇക്ക വിളിക്ക്. ഇക്ക വിളിക്കും. റെക്കോർഡ് ചെയ്യാൻ ഭയങ്കര. ഞങ്ങളിന്നിവിടെ മന്തിയല്ലേ മന്തി ഇവിടെ താത്ത മദർ ലൈൻ നോക്കി പായസം കാക്കു വിളിച്ചു. കാക്കു അപ്പൊ ടാറ്റ. ഇനി അപ്പൊ നമ്മുടെ ബ്ലോഗിൽ പറയൂ ടാറ്റ. ഞാൻ ഇനി കാണൊക്കെ കാണാം. ബൈ, സീ യു. നമ്മളൊന്ന് പോവുകയാണ്. ഞാൻ പോണ കാരണം കരഞ്ഞോണ്ടിരിക്കുന്നു. കരയണ്ട വന്നിട്ട് കണ്ണൊക്കെ തുടച്ച് പോട്ടെ. ഞാൻ വേണമെങ്കിൽ രണ്ട് ഉമ്മൊക്കെ
എന്താ ശരി ടാറ്റ നാളെ വരാ പറ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു ബൾബ് വാങ്ങിയിരിക്കുന്നു മദർലാൽ. ഞങ്ങൾ വണ്ടിയിൽ പറക്കുന്നു. നമ്മൾ കുടയെടുത്തിട്ട് ഐസിട്ടിനെ എടുക്കട്ടെ കേട്ടാ. ഗൈസ് അപ്പം നമ്മുടെ നാട്ടിൽ നമ്മളെ പറ്റിച്ചു ഗൈസ്. വെൽക്കം ടു മൈ ഹോമി. ഐസുട്ട എവിടേക്ക് പോയി നമ്മൾ തണ്ടാൻ പറയൂ. നമ്മൾ തണ്ടാൻ എവിടേക്ക് പോയി? നമ്മൾ ഹോമിയിലെത്തിയിരിക്കുന്നു. ബ്രൈറ്റ്നസ് കൂട്ടിയായിട്ടൊരു ഭംഗി ഉണ്ടാവുള്ളൂ. നിങ്ങൾ എൻ്റെ തരി നിറം കാണും. നല്ല രസമില്ലേ? നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോയി മോജി നോക്കിയിട്ട് ചെരുപ്പം അവിടെ ഇട്ട മഴ പെയ്യും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? റൂമിലേക്ക് പോയി നമ്മുടെ ലൈസും എടുത്ത റൂമിലേക്ക്. എൻ്റെ മുടിയിൽ കാണൂലേ? ആ താത്തൊന്ന് പോകണേ. എന്തൊക്കെയോ കവറിൽ കണ്ട് എന്തൊക്കെയോ തിന്നാൻ അറിയാൻ വാങ്ങിച്ചിട്ട് ഞങ്ങൾക്കൊന്നും തരാണ്ട് പോകുന്നു. നോക്ക് എന്തൊക്കെയോ കവറിലാക്കണുണ്ടോ? ചോറിൽ കുഴച്ച് തിന്നാൻ അതിട്ടാ എന്തുമ്മ എന്തൊക്കെയോ കൊണ്ടുപോകണം കവറിലിട്ട്. നോക്ക് എന്തുമ്മല്ലേ എന്തുമ്മ കവറിലിട്ട് കൊണ്ടുപോകണം. നോക്ക് പോയി വാങ്ങിട്ട് എൻ്റെ ഉമ്മാൻ്റെ
എൻ്റെ വ്ളോഗിൽ ജസ്റ്റ് മിസ് ഗൈസ്. നിങ്ങൾക്ക് റൈഫാൻ്റെ കിൽക്കാച്ചിനെ കാണിച്ചു തരാം. കിടക്കണം നോക്ക്, ശരിക്കും ഒരു പ്രയാണം കിടക്കണ പോലെ. എൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ ഇവിടെ എന്തെങ്കിലും അഭ്യാസം ചെയ്യുന്നു. നമ്മൾ കുറുക്കുറൊക്കെ എടുത്തിട്ട് കുറച്ച് കുറുക്കൂറൊക്കെ എടുത്തിട്ടുണ്ട്. ബാത്റൂം ലൈറ്റ് ഇട്ടാ ഇത്ര ദിവസം നിറയെ പൊടിയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. സ്റ്റോർ റൂമിൽ ലൈറ്റ് ഇല്ലാണ്ട് ലൈറ്റ് ഇട്ട് അങ്ങനെ നമ്മുടെ കാക്കൊക്കെ കഴിഞ്ഞു. കറക്കം ഞാനിവിടെ ഒരു കുത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ആയി ഒരു കാക്കപ്പുള്ളി വരണമെന്ന് ആഗ്രഹം, പക്ഷെ കാക്കപ്പുള്ളി വരുന്നില്ല. ഒരു കുത്തിട്ടു എല്ലാവരും കൊണ്ട്. കാക്കപ്പുള്ളി ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റിനകത്താത്ത മുട്ടടിച്ച് വരുന്നു. ഓ ഫസ്റ്റിനകത്താത്ത അടിച്ച് വാരുന്നു. ഫോണിൽ ആരടുത്തോ വർത്താനം പറഞ്ഞു പോയിട്ടൊക്കെ വരാം. ഇതടക്കട്ടെ അല്ലെങ്കിൽ അതിൽ പറഞ്ഞു. ആ നമ്മുടെ ഒറ്റക്കാലം കാക്കനെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അയ്യോ ഞാൻ പോയി. അതെന്തത്? ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ആരാ ചെരുപ്പ് എടുക്കണത്? ആരാ ചെരുപ്പ് എടുക്കുന്നത്? അപ്പൊ ഞാൻ പറയാൻ വന്നത് എന്താണെന്നറിയോ? ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ ഇവിടെ മുബി ഉണ്ടായിരുന്നു കേട്ടോ. മുബിയും പാടെ കുഴൽമന്നം പോയിട്ട് ഒരു താറാവ് 5 കോഴിക്കുട്ടികളുമായിട്ട് വന്നിട്ടായിരുന്നു ഞാൻ. അപ്പം ആ സമയത്ത് എന്താ ഉണ്ടായെന്നറിയോ? ഈ വൃത്തികെട്ട കോട്ടക്കാരൻ കാക്ക എൻ്റെ ഇക്കാൻ്റെ അടുത്ത് ഞാൻ ആ ഭാഗത്ത് നിന്നിട്ട് കോഴിക്കുട്ടികളെ തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇക്കാൻ്റെ നോക്കി വന്നിട്ട് ഞാനിവിടെ മുറ്റടിച്ച് വരുന്ന സമയത്ത് കാക്ക എടുത്തിട്ടാണ് കോഴിക്കുട്ടി. എൻ്റെ ക്രിസ്മന അതോ നോക്കൂ നിന്റെ കോഴിക്കുട്ടീനെ കാക്ക കൊണ്ടുപോകുന്നു വന്നിട്ട് എവിടേക്കാണ്? ബെർല എന്റെ സൈക്കിള് നേരെ ആക്ക്. ബെർല ഉറങ്ങിയില്ലേ? അവനോ? ബെർല നമ്മുടെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി പോവുക, ഡ്രസ്സൊക്കെ മാറ്റുക, കുറച്ച് നേരം ഒന്ന് കിടക്കുക. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഫുഡൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പക്ഷെ ഇവിടുന്ന് പോണതിന് മുമ്പ് ഫസ്റ്റിനെ താത്താൻ്റെ അവിടെ നിന്ന് കുറച്ച് ബിരിയാണി തിന്നത് കൊണ്ട് ഫസ്റ്റിനകത്തെ തന്നെ ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ബീഫ് ബിരിയാണി, ചിക്കൻ പൊരിച്ചതും. ഇത് മുടിയൊക്കെ പുറത്തേക്ക് വരുന്നു. പണി വീടെത്തി തട്ടൊക്കെ കയറുന്നു. ഇതെനിക്കിഷ്ടമല്ല സ്വഭാവം. അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ എന്താ പറഞ്ഞു ഞാൻ മറന്നു. ഫസ്റ്റിനകത്താത്താൻ്റെ ബിരിയാണിയിൽ നന്നായിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റുണ്ട് ബിരിയാണി. ചിക്കൻ പൊരിച്ചത്. റൈഫാനൻ്റെ അവിടെ വന്നിട്ട് കോഴിമന്തിയാ. കോഴിമന്തി ഐസൂട്ടൻ ഇരിക്കാൻ നോക്ക്. അവൻ അവിടെ ഇരിക്കട്ടെ. ഞാൻ പോയിട്ട് കുറച്ച് ഉറങ്ങട്ടെ. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ ആണ്ട് നീല. അപ്പോൾ ഗൈസ് നമ്മുടെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ ബൈ ബൈ സീ യു പറ. ടാറ്റ ബൈ ബൈ സീ യു പറ. ടാറ്റ കൊടുക്ക്. ഇവിടെ നോക്കിയിട്ട് ടാറ്റ കൊടുക്ക്. അപ്പോൾ ടാറ്റ ബൈ ബൈ.